ഇന്ന് ഞാൻ ഒരു ടൊമാറ്റോ റൈസാണ് കാണിക്കുന്നത്. വേഗം ഉണ്ടാക്കാവുന്ന പ്രഷർ കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ അതിനായിട്ട് 2 ഗ്ലാസ് ബസ്മതി റൈസ് നല്ലപോലെ കുറച്ച് നേരം വെള്ളത്തിയിട്ട് ഒരു 10-20 മിനിറ്റ് വെള്ളത്തിയിട്ട് കുതിർത്തിട്ട് നല്ലപോലെ ഊറ്റി വെച്ചതാണ്. പിന്നെ ഒരു വലിയ സബോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 2 പച്ചമുളക്, വലിയ മുളകാണ് കേട്ടോ, അത് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ ഇഞ്ചിയും ഒരു 2 കൂട് വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ടൊമാറ്റോ, ഇതൊരു 3 ടൊമാറ്റോ ഉണ്ട്. 3 ടൊമാറ്റോ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നു. ഇത് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ്. മല്ലിയിലയും കുറച്ച് കരിവേപ്പില ഇട്ടിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. പിന്നെ ഇതൊക്കെ വഴറ്റുമ്പോൾ കുറച്ച് പൊടികളിടും. ഇതിൽ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ, ഇത് കാശ്മീരി മുളകാണ്, കാശ്മീരി മുളക് പൊടിയാണ്, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 സ്പൂണ് ഗരം മസാല, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇത് ഓപ്ഷണലാണ്. ഇതും കൂടെ ഇതൊക്കെ അരിയൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് കാഷ്യൂ നട്ട്സ്, സ്പ്ലിറ്റ് ചെയ്ത് കാഷ്യൂ നട്ട്സ് ഇത് വെച്ചിട്ടുണ്ട്. കുക്കറ് അടുപ്പിൽ വെച്ച് ചൂടാകാനായിട്ട്. അതിനൊപ്പം തന്നെ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം വേണം. അപ്പോൾ ഇത് 2 കപ്പ് എടുത്തത് കൊണ്ട് 3 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ അടുപ്പിൽ. ഇതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കും. ഇതിൻ്റെ കൂടെ കുറച്ച് റിഫൈൻഡ് ഓയിലും കൂടെ നമുക്ക് ഒഴിക്കാം. ഈ ചൂടായപ്പോൾ ഒരു 1/4 സ്പൂണ് കടുക് ഞാനിതിലോട്ട് ഇട്ടു. തീ കുറച്ചിട്ടിരിക്കുക, കൂട്ടിട്ടിച്ച് 2 സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഇതിലോട്ട് ഇട്ടു. പിന്നെ 1 സ്പൂണ് പെരിഞ്ചീരകം കൂടെ. ഈ സമയത്ത് ഞാൻ ഈ കശുവണ്ടി, ഒരു കുഞ്ഞ് കഷ്ണം പട്ട ചെറുതായിട്ട് പൊടിച്ച് അതും കൂടെ ഉണ്ട്, ചെറിയ കഷ്ണമാണ് കേട്ടോ. പട്ടയും കശുവണ്ടിയും കൂടി എടുത്തിടുക. അതും ഒന്ന് ഫ്രൈ എടുക്കുമല്ല, ഫ്രൈ ചെയ്ത് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ സവോളയും പച്ചമുളകും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇടും. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം. കുറച്ചിട്ടിട്ട് കുറച്ച് പിന്നിടാം. വെച്ചിരിക്കുന്ന നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കൂടെ ഇതിലോട്ട് ഇടുക. അത് നല്ലപോലെ ഒന്ന് പച്ചമണം മാറ്റി, നല്ല മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിലോട്ട് ഇടണം. കുറച്ച് നേരം ഇതിൽ വഴറ്റണം. നല്ലപോലെ എല്ലാം നല്ലപോലെ വഴഞ്ഞിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മുടെ അരി ഇതിലോട്ട് ഇടാം. കുറേശ്ശെ ആയിട്ടിട്ട് ഇളക്കി യോജിപ്പിക്കുക. ചൂടാകാൻ വെച്ച വെള്ളമൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ആ വെള്ളം ഇതിലോട്ട് ഒഴിക്കുക. 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കുക. ഈ സമയത്ത് നമ്മളിതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് നോക്കുമ്പം ഈ വെള്ളത്തിന് കുറച്ച് ഉപ്പ് മുന്നോട്ട് നിൽക്കണം, എന്നാലേ അരിക്ക് വെള്ളം കാണാം, ഇത് ഉപ്പ് കാണത്തുള്ളൂ. ഇല്ല, ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലിടുന്നുണ്ട്. കുക്കർ അടയ്ക്കുന്നതിന് മുമ്പ് ഞാനൊരു 1/4 സ്പൂൺ പഞ്ചസാരയും ഇതിൻ്റെ കൂടെ ഇടും, ടേസ്റ്റുകളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ. എന്നിട്ട് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന
മല്ലിയിലയും കരിവേപ്പിലയും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഇടുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് ഞാൻ വെയിറ്റ് ഇടുകയാണ്. ഒരു വിസിൽ മതി. അപ്പം നമ്മൾ ഈ അടുപ്പിൽ നിന്ന് ഇത് വാങ്ങി വയ്ക്കുക. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് എടുക്കുക. ഇതാ നമ്മുടെ ടൊമാറ്റോ റൈസൊക്കെ വേഗം റെഡിയായി. ഇതൊരു കംപ്ലീറ്റ് മീലാണ്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് കറികളോ ഒന്നും വേണ്ട. ഇതിന് ഒരു സാലഡോ പപ്പടം ഫ്രൈംസ് എന്ത് വേണമെങ്കിൽ പിക്കിളുകളോ ഒക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്നൊക്കെ ഒന്ന് ഉണ്ടാക്കാനൊക്കെ ഇത് സാധിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.